ലൈവാണ് ഗൈസ്. അപ്പുറത്തുള്ള ആളോട് ചോദിക്കാൻ പറ്റില്ല. ഫ്രണ്ട് നോക്കണേ കേട്ടാ. ഞാൻ സ്റ്റോറി ഇടുന്ന തിരക്കിലാണ് ഗൈസ്. നീ ഇപ്പൊ എന്തിനാ വന്നേ? ആരാ കല്യാണം പറയും? പെണ്ണില്ല ഗൈസ്, നോക്കൂ. പെണ്ണില്ലാത്ത കല്യാണം. ഞാൻ ഇനി ഒന്നും കൂടി ഇവളെ വെലിഞ്ഞു കയറി ആ സ്ഥലത്തിരുന്നെങ്കിലും നാട്ടുകാർ ഓടിച്ചിട്ടുകൊണ്ട് ഇപ്പൊ ഇവിടെ കേൾക്കില്ല. ഇങ്ങനെ എന്തോ പറയുന്ന ഷർവി, നിങ്ങളെല്ലാരും മാറി മാറി ലൈവ് ഇട്ട് കളിക്കാൻ. ഇതാര് 2 ബീറൊക്കെ അടിക്ക് കുട്ടികളെ ഡാൻസ് കളിക്കണ്ടേ? ഇതാരത്? അമ്മ എനിക്കറിയില്ല. ഇതൊക്കെ ആരാ? അറിയാൻ പാടില്ല. അയ്യോ, അന്റെ റിക്വസ്റ്റ് എടുക്കും. ലൈവ്. ഇതാണ് ബ്രൈഡിന്റെ സിസ്റ്റർ. പേര് പറയൂ. ബ്രൈഡ് എവിടെ? ഫുഡ് കഴിച്ചാ? അതെ ലീഗ് ഐഡ് അതാരാ? അനക്കറിയില്ല. ഖുറേഷി എബ്രഹാം. അനക്കറിയില്ല. പോയാ ഫുഡ് കഴിക്കാൻ പറയുന്ന സത്യം പറ. നമ്മള് ഫംഗ്ഷൻ ഖുറേഷി എബ്രഹാം. ഇവനാരാ? ഷർബി ചോദിച്ചു അനു എവിടെയാണ്? അനു ഇസ് മിസ്. എന്റെ ഫോൺ നല്ല ഹാങ് ആണ്. കാവേരി നിനക്ക് വന്നിട്ടില്ല. അനു ഒളിച്ചോടി. ആനക്ക് വന്നിട്ടില്ല. അതെങ്ങനെയാ? ഇതാ. അപ്പൊ നേരത്തെ ആരും റിക്വസ്റ്റ് അയച്ചല്ലോ. ആക്സെപ്റ്റ് ആയി. നിന്റെ ഫോൺ ബ്രൈഡിനെ കാണാത്തവർക്കായി. ദിസ് ഈസ് അവർ ബ്രൈഡ്. അനിയനെ ആരല്ലോ ചോദിക്കുന്ന? അറിയില്ല. എനിക്ക് പറയിപ്പിച്ച് ഞാൻ ആക്സെപ്റ്റ് ചെയ്ത്. ഇല്ല, ഇവിടെ വാ. അത് നേരത്തെ ഇതെല്ലാം വീണിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയില്ല. ചെയ്തിട്ടില്ല. 2 മണിക്ക് ആരും വേറെ ആക്സെപ്റ്റ് കൊടുത്തു. ഞാൻ കൊടുത്തു, പക്ഷെ വന്നില്ല. മാറ്റി നോർമൽ ഇട്. നോർമൽ എവിടെ? ഡാൻസ് കളിക്കാൻ പോയിട്ട്. അതാരാ? സോറി ഗൈസ്, ഡാൻസ് കളിക്കാൻ ഇതിന്റെ നോർമൽ കാണുന്നില്ല. യെസ്, നമ്മുടെ ബ്രൈഡ് വന്നിരിക്കുന്നു. ദിസ് ഈസ് അവർ അനു ലൈവ്. ദിസ് ഈസ് അവർ ബ്രൈഡ് ഗൈസ്. എനിക്ക് വന്നില്ലെന്നേ ഉള്ളൂ. ഫോട്ടോ എടുക്കാൻ പോന്ന്. ഇവളേതാ? ഹാപ്പി മാരീഡ് ലൈഫ്. താങ്ക് യു. ബ്രൈഡ് ലുക്ക് തന്നെ. താങ്ക് യു. ഇതാരാ? അക്കമക. നമ്മൾ ഇന്നത്തോടെ അങ്ങ് എത്താറില്ല. നോർമൽ എടുത്തു. നോർമലാണത്. നോർമൽ ഇല്ല. അന്റെ കപ്പറ് എൻ്റെത് വന്നിട്ടില്ല. ആരെല്ലോ അയച്ചില്ല കേട്ടോ. ഇവിടെ ഇരുന്ന് ലൈവ് കാണുന്ന വേറൊരാൾ.
ഡാൻസ് ഇല്ല, ഡാൻസ് ഇല്ല. അവര് വിചാരിച്ചു അവരെ വീഡിയോ എടുക്കുന്നു. ക്യാമറ ലൈവാണ്. പരിപാടി സൗണ്ട് മ്യൂട്ട് ചെയ്യണം കഴിച്ച്. അത് കിട്ടുന്നില്ല കഴിച്ച്. നെറ്റില്ല കഴിച്ച്. മൂന്നാളുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? അന്നെ അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? അന്നെ ആർക്കും അറിയില്ല. ഫാമിലി അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ. ഫാമിലി എല്ലാവരും ആരൊക്കെ ഹൃദയം ഇടുന്നുണ്ട്. ഹൃദയം ഇടുന്നവർക്കുള്ള തിരിച്ചും ആരാണ് ഞാൻ കണ്ടിട്ട് ആരൊക്കെ നിശാന്തരായി ഡാൻസ് ഉണ്ട്. അവസാനം സ്റ്റേജ് ഒഴിഞ്ഞതിന് ശേഷം നമ്മളെ ഡാൻസ്, നമ്മളെ മൂന്നാളി ഡാൻസ് എല്ലാരും പോയിട്ട് അല്ലെങ്കിൽ അതിന് അടുത്ത ആൾക്കാർ ഇറങ്ങി ഓടിക്കഴിഞ്ഞാൽ വീട്ടുകാരെ ചീത്ത ഞങ്ങൾ കേൾക്കുന്നുണ്ട്. നീ എന്തിനാ എന്റെ കൈ കാണിക്കുന്നത്? ആരുണ്ട് സെറ്റ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 14 ആൾക്കാർക്കും നിങ്ങളെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ബിരിയാണി കഴിച്ച് വളരെ കാണുന്നു. ഞങ്ങളുടെ ഡാൻസ് വേണ്ടവർ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതാണ്. കുറച്ച് ടൈം കൊടുക്കും. റിക്വസ്റ്റ് ഇട്ടുന്നുണ്ട്. രാവിലെ ഒരു 1.5 മണിക്കൂർ ലൈവില് വരാൻ കാത്തിരിക്കുന്നുണ്ട്. എത്തിയിട്ട് 2 ദിവസമായി ഗായ്സ്. സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്ത് എല്ലാം ഉണ്ടായതാണ്. പക്ഷെ ബ്രൈഡ് വന്നിട്ട് സ്റ്റേജിൽ നിന്ന് എത്തി നോക്കുന്നത് കൊണ്ട് എല്ലാം ക്യാൻസലായി, എല്ലാം കൊളായി. നമുക്ക് വീഡിയോ ഒന്നും കിട്ടിയില്ല. ഫാമിലി ചേച്ചി ലൈവിന് വേണ്ടിയിട്ടുള്ള കഷ്ടപ്പെടുന്നുണ്ട്. ഫോണല്ലേ പോയി ഗായ്സ്, ചെയ്യാനാ ഒന്നും കിട്ടുന്നില്ല ഗായ്സ്. എന്റെ ഹസ്ബൻഡ് എനിക്ക് ഫോൺ വാങ്ങിയിട്ടില്ല. ആക്സെപ്റ്റ് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്തിട്ടും ക്യാമറ വരാൻ പറ്റുന്നില്ല. വെയിറ്റിംഗ് ഫോർ ഡാൻസ്. ഡാൻസിന് ക്ഷമയോടെ കാത്തിരിക്കൂ. ഇതാ ഈ കാണുന്ന സ്റ്റേജിലായിരിക്കും നമ്മുടെ ഡാൻസ്. ഇതിനിപ്പം ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ ബ്ലാക്ക് നമ്മള് ലൈവ് വേണ്ടി ലൈവായ ഒരാളിപ്പോ ലൈവിൽ നിന്ന് ഒരാൾ ഇപ്പൊ ഇവിടെ പൊട്ടി മുളച്ചിട്ട് ലൈവായിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാം അതേപോലെ ആരെങ്കിലൊക്കെ സർപ്രൈസ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വരണം. നമ്മളിപ്പോ തിരിച്ചു പോകും. അന്നെ കാണിക്കുന്നില്ല. ഇവരാരും അന്നെ കാണിക്കുന്നില്ല. അന്നെ ഇഷ്ടമല്ല. നിങ്ങളെ നോക്കിയിട്ട് കാര്യമില്ല. നെക്സ്റ്റ് കല്യാണം ഉള്ളതാ. ആരും ഇത് ഈ തേങ്ങയിൽ ആർക്കും ഹോപ്പ് വേണ്ട. ഓൾറെഡി എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞതാണ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ കഴിഞ്ഞതാണ്. ചേട്ടൻ അങ്ങനെ വന്നപാട് കല്യാണമാണ്. ഇതാണ് കല്യാണ പറയാട്ടോ. ഇവളെ മറ്റേ ബ്രൈഡിനെ കാണുന്നില്ല. ഇവരുടെ വൈഫാണ് എന്നോട് ചോദിച്ചത്.
കല്യാണം എവിടെയാ എന്തോ ഇതില് ആരും എനിക്ക് കൂടെ അക്സെപ്റ്റ് ചെയ്തു എനിക്ക് കൂടെ അക്സെപ്റ്റ് ഉണ്ടാവില്ല ഞാൻ നോക്കട്ടെ എന്റെ റീചാർജ് തീർന്നു പറയില്ല അപ്പം ഞാൻ ലീബിയാണ് അറിഞ്ഞിട്ടേ ഇല്ല ലൈവ് പോയതേ അറിഞ്ഞിട്ടില്ല കാര്യം കാണിച്ചിരുന്നു കേട്ടോ ഒന്നുകൂടി മ്യൂട്ട് ചെയ്യുന്നു. മഹാബലിന്റെ കാലത്ത് വാങ്ങിയ പുതിയ ചെരുപ്പ് കാര്യം കാണിച്ചിരുന്നു സനിക സച്ചിൻ സ്പെഷ്യൽ ഫ്രം ഫുഡ് കൂട്ടിക്കോ കൂട്ടിക്കോ കുറച്ച് സമയം പൂട്ടി വെച്ചതോ ലൈവ് എന്നിട്ട് എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവല്ലേ ആരുവാ എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാറില്ല. ഇതോളെ മറ്റേ ഇവിടെയുള്ള ആൾക്കാർ ആരെന്നറിയാം മറ്റേ ഇവള് ഇതിന് പോയിട്ടില്ല വണ്ടീന്റെ ഓട്ടട ഡ്രൈവിങ്ങിന് പോയത് അല്ലാണ് മുന്നേ വർക്ക് ചെയ്ത സ്ഥലമില്ലേ ഷോറൂമില് അവര് എത്ര പൈസയായിരുന്നു എത്ര പൈസയായി എനക്ക് വാങ്ങിച്ചു ചെരുപ്പ് പറഞ്ഞവർക്ക് സനി മ്യൂട്ടാക്കിട്ടാണോടാ ചെരുപ്പിന്റെ പൈസ ഇല്ല മ്യൂട്ടല്ല പറഞ്ഞു ചെരുപ്പിന് അത്ര വലിയ എമൗണ്ട് തന്നെയല്ല ഓൺലി 550 റുപ്പീസ് OLX വെക്കുന്നുണ്ടോ OLX ഞാൻ യൂസ് ചെയ്തതിന് ശേഷം OLX ഫോട്ടോ എടുക്കണം അയച്ചു നീ വീട്ടിലെത്തിയാ നിർത്തി പോണേന്ന് ഈ നിർത്തി പോണെന്ന് പറയുന്ന ആള് കുറച്ചു നേരം വരെ നമ്മുടെ കൂടെ ഉണ്ടായതാണ് ഫുഡ് വിളമ്പുന്നുണ്ടെന്ന് കണ്ടപ്പോ ഫുഡും കഴിച്ചിട്ട് അങ്ങനെ അടുത്ത ബസ്സിന് കയറി നാട് കൂട്ടായോ
ഇനി അടുത്ത നാളെ ഫുഡ് അഗൈൻ വരും. ഇനിയിപ്പോ ആടെ അവളെ വീട്ടിന്റെ തൊട്ടപ്പുറത്ത് വേറൊരു കല്യാണം ഉണ്ട്, സ്പെഷ്യൽ മെൻഷൻ. ആടെ പോയിട്ട് പിന്നെയും തിന്നും. നാളെ വരും. അഞ്ജലി. അഞ്ജലി അഞ്ജലി ഓക്കെ ഓക്കെ. നീ ഉള്ളോണ്ടെന്നാ വരൂല. എന്താടാ ഓക്ക് ചാടാ. അങ്ങനെ ഒരു ടോക്ക് എന്താട്ടാ അങ്ങനെ ഒരു ടോക്ക്? അടുത്ത കല്യാണത്തിന് അഞ്ജലി അടുത്ത കല്യാണത്തിന് പോയിട്ട് ഫുഡ് കഴിച്ചോ? അല്ലെ ഇപ്പൊ എന്താണ് ഇപ്പൊ അവിടുത്തെ അവസ്ഥ? എന്താണ് പറയൂ അഞ്ജലി. എക്സ്ക്യൂസ് മീ, ബായ് പറഞ്ഞു പോലെ പ്ലീസ്. ഹലോ, ചോറ് കഴിച്ചോ? അവിടെ എന്താ ഫുഡ്? എന്താണ് ഇവിടുത്തെ പോലെ നല്ല ഫ്രൈ ചെയ്ത ബിരിയാണി ആണോ, ചിക്കൻ ഫ്രൈ ബിരിയാണി ആണോ, അല്ലെ വേറെ എന്തെങ്കിലാണോ? അഞ്ജലി പറയൂ. താങ്കളെയാണ് നമ്മൾ വിളിച്ചോണ്ടിരിക്കുന്നത്. അഞ്ജലി __. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാനിപ്പോ ലൈവ് വീഡിയോ ആണ്. ഇവരിപ്പൊ ലൈവ്, എല്ലാരും ലൈവ് അയക്കണം. ഇവരാടെ പഠിച്ചിരുന്നു പോയി. അമ്മ ഇവരാടെ ഞങ്ങൾക്കറിയില്ല. വീഡിയോ അപ്പൗണ്ട് ഓള് വേണ്ടെന്നല്ല പറഞ്ഞു. ഓളിപ്പോ കല്യാണം നോക്കുന്നില്ല എന്നല്ലേ പറഞ്ഞു. പെണ്ണിന് ആഗ്രഹമുള്ളവരല്ലേ കല്യാണം. പോയി നോക്കട്ടെ ഇവളെ കൊണ്ട്. ഓക്കെ, അഞ്ജലി അങ്ങനെ ഫേമസ് ആയിക്കോളാം. ഒരു മിനിറ്റ് സാർ. ഒരു കാവ്യന്റെ ഫാൻ ബോയ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാങ്ങ ലൈവില് കയറിയിരുന്ന ഒരാളായിരുന്നു അല്ലെ? ലൈവിൽ ഉണ്ടായിരുന്നു നേരത്തെ. ജോയിന്റ് വേണ്ടി നമ്മള് ലൈവായിട്ട് ഡയറക്റ്റ് ലൈവായി വന്ന ഒരാളാണ് കറുപ്പ് ഷർട്ടിലിരിക്കുന്നത്. ഇവിടെ ഇവിടെ ഒന്ന് ആക്സെപ്റ്റ് ആക്കിക്കളാം. ആക്സെപ്റ്റ് ചെയ്തു. ലൈവ് ആയിട്ട് വിളിച്ചു തോന്നുന്നു. ഒരു ഫോൺ ലൈവിലേക്ക് വൈറസ് ക്യാമറയാണ്. ചൂളിയുടെ കാലം എന്ത് അതാരാണെങ്കിലും നിങ്ങളെ ഭാവി കൊലഞ്ഞു പറയാൻ. അക്ഷയ് വേറെ വീട്ടിലാണ്. പണിയും കഴിഞ്ഞ് നിന്റെ അനിയൻ. അതാരാ? വിഷ്ണു. ഏത് അക്ഷയാണ് ഉദ്ദേശിച്ചത്? സംഭവം അനുവിനെ കണ്ടിട്ട് വലുതായിരുന്നു. വണ്ടിയൊന്നും ഇല്ലേലും സാറാണ് വരുവാ. വണ്ടിയില്ല. ശ്യാമിന്റെ ക്യാമറ ഒന്നിച്ച് പോളി പഠിച്ചവരെ അറിയില്ല. എന്താടാ അങ്ങനെ ഒരു ഡോക്ടർ? ഇതാരാടാ എന്റെ ഫോണ് വൈറലാക്കുന്നത്? നമ്മളെ ക്ലാസ് തന്നെ കൊറേ ചെയ്യുന്നുണ്ട്. എന്റെ ഫോൺ ശ്യാമിലിക്ക് ആരേലും ഫാൻസ് ആയിട്ട് എന്തേല്? ശ്യാമിലി എന്റെ ഇതോടത്തോടെ കല്യാണം എന്നെ വിളിച്ചില്ലല്ലോ. നീ കല്യാണം വിളിക്കാൻ നീ ഏതാ? കട്ടാക്കിട്ട് ഇപ്പൊ എന്നോട് കൂട്ടാ നാട്ടിൽ തന്നെ ഉണ്ടോ? ഞാനിപ്പോ 2 ദിവസം മുന്നേ വന്നത്. സർപ്രൈസ് ആയി വന്നു. ഇവള് ബാംഗ്ലൂർ യശ്വന്ത്പുരം. നല്ല ലീക്കാവുന്ന ഓക്കെ
പോയി ചത്ത് അത് ക്യാമറ തിരിക്കാൻ പറ്റുന്നില്ല. കാവ്യ പാട്ടുമാണ്. കണ്ട് രണ്ട് കഥകിന്മാവിലും നിന്ന് കരിതിയിലെ കണ്ണുള്ള പെണ്ണ്. അടിപൊളിയാന്ന് പാട്ട് ഒരാള് പാട്ടിന് വാങ്ങിച്ചു കണ്ട് രണ്ട് കണ്ട് കഥകിൻ മറകുന്നില്ലേ കരിതിയിലെ കണ്ണുള്ള പെണ്ണ് കണ്ണ്. എന്താ ചോദിച്ച എല്ലാരും കേട്ടു നീ എവിടെയാണ് പണിയെടുക്കുന്നതെന്ന്. അതാ ഞാൻ പറഞ്ഞു എനിക്ക് പറയണ്ടത്. അവിടെയാണ് പണിയെടുക്കുന്നത്. നാട്ടുകാരെ മൊത്തം അറിയിക്കാൻ വേണ്ടിട്ട് ഞങ്ങളൊരു ട്രിക്കായിരുന്നു അത് മുട്ടാക്കാണ്ട് പറഞ്ഞത്. എല്ലാരും അറിഞ്ഞില്ല. അമ്മയുടെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. അതിന്റെ ആക്കൂല നമ്മളെ നോക്കണ്ട. അക്ഷയ് പ്രത്യേകിച്ച് ഇവിടെ ഹായ് പറയാൻ പറഞ്ഞുകൊണ്ട് അക്ഷയ്ക്ക് ഒരു ഹായ്. പ്രത്യേക ഒരു ഹായ്. ഇനി ആർക്കെങ്കിലും ഹായ് വേണമെങ്കിൽ DM ചെയ്യൂട്ടോ. കാവ്യാണ് കാവ്യ നിന്റെ പാട്ടിന് ചോദിക്കുന്ന പാട്ട് പാടും. ആര് ചോദിച്ചു? നേരത്തെ ആരോ ചോദിച്ചു. ഫാൻസിനെ സങ്കടപ്പെടുത്തല്ലേ. സെൻഡ് റിക്വസ്റ്റ്. No, request not accepting right now. Nice move. Thank you. ഹായ് ഹായ്. കാവേരി ലൈവിൽ ഞാൻ Nice move. Yeah. ഞങ്ങൾക്ക് ബുദ്ധി കൂടുതലായതുകൊണ്ട് ഞങ്ങള് പണ്ടേ പോളിടെക്നിക്. എനിക്ക് ആദ്യം സംസാരിക്കാനൊന്നുമില്ല. സനിക ക്ഷീണിച്ചൊന്നും അറിയില്ല. അങ്ങനെ ആരാ? സൗദിന്ന് ഒരു ഹായ്. എന്നാ ചാല കന്നഡ എന്നൊരു ഹായ്. അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഫാമിലി ഒരു ലൈവിൽ കയറാൻ വേണ്ടിട്ട് കൊറേ നേരമായി ഗൈസ് കളിക്കുന്നു. പക്ഷെ വെറും കറുപ്പ് മാത്രം. എനിക്ക് കുറച്ചൊന്ന് റെസ്റ്റ്. എനിക്ക് കുറച്ച് റെസ്റ്റ് ഉണ്ട്. ഓഫാക്കണോ അല്ലെങ്കിൽ ചൂടില്ല? എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ബൈ ബൈ.